ജോലി തന്നാലും ജോലിക്കാരെ ഇട്ട് ഞെക്കി പിഴിയും ഈ മുതലാളിമാര്. അപ്പോ തുടങ്ങിയേക്കല്ലേ സ്വാമി? ഓ, എല്ലാം സാറ് പറയും പോലെ. ആ, എന്നാ 1 മിനിറ്റ്, ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ. എവളും സാറുമായിട്ടുള്ള ഇന്റർവ്യൂ എന്തായാലും കുറച്ച് നാൾ തുടരും. സാറിൻ്റെ ഒരു ഇംഗിതം വെച്ച് നോക്കുമ്പോൾ എവളെ ലൈഫിലേക്ക് അപ്പോയിന്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലും ആവട്ടെ, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക്, ആട്ടും കാട്ടും ഉണങ്ങുന്നത് എന്തിന്? ഇവർ ഉണങ്ങുകയോ തിളയ്ക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പോ വിളിച്ചുള്ളൂ സ്വാമി. ഓ ശരി സാറേ, ഇപ്പൊ വിളിക്കാമേ. നിക്ക് സ്വാമി, ഇന്റർവ്യൂവിന് ഞാനിവിടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? എന്ത് പ്രശ്നം? ഈ കമ്പനിയിലെ അതോറിറ്റി ചാർജുകളെല്ലാം ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് റോഷ്നിയല്ലേ? ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത ആൾക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തൂടെ? താങ്ക് യു രാജു. അപ്പൊ സ്വാമി, ഓ സാറേ, കാൻഡിഡേറ്റ്സിനൊക്കെ ഓരോരുത്തരായിട്ട് വിളിച്ചേക്ക്. ഓ ശരി സാറേ, ഇപ്പൊ വിളിക്കാമേ. ആഗ്രഹല്ലേ? അതെ. വരൂ വരൂ വരൂ. വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. BBA കംപ്ലീറ്റ് ചെയ്തതാണോ? അതെ സർ. ഓ, സർ, എന്താണ്? ആരാ ഇന്റർവ്യൂ നടത്തുന്നേ? MD തന്നെയാണോ? പിന്നെ MD ആണ്. പിന്നെ ഒരു ലേഡി അകത്തുണ്ടായിരുന്നല്ലോ. അവരിവിടുത്തെ ഓൾ ഇൻ ഓളാ. അവരും മറ്റൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടിരിക്കുക. സാറ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കോ? പിന്നെ ഒരുപാട് ചോദിക്കും. യു നോ നിയർ ഡാം. ആ ഡാമിൽ എത്ര ചീങ്കണ്ണി ഉണ്ടെന്ന് വരെ ആ മാഡം ചോദിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, MDക്ക് ഇഷ്ടപ്പെടുന്നവരെ MD എടുക്കും. ക്വസ്റ്റ്യൻസ് വലിയ ടഫ് ആയിരിക്കോ? അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ പറഞ്ഞ സില്ലി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതേ ആ മാഡമാണ്. വായി തോന്നുന്ന ഉത്തരം നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. കാരണം അവര് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം അവർക്ക് പോലും അറിഞ്ഞൂടാന്ന്. നീ എന്തിനാ ഹൃതിക ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കിട്ടിയാ ഊട്ടി, പോയെങ്കിൽ ചട്ടി. നിനക്കത് പറയാം. എന്റെ അവസ്ഥ എനിക്കറിയൂ.